ഇന്ന് നമ്മൾ നോക്കുന്ന നിഫ്റ്റി ഇന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ളൊരു സ്റ്റഡിയാണ്. കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു നിഫ്റ്റിയുടെ അപ്ഡേറ്റ് കൊടുക്കണമെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ന് നിഫ്റ്റി നമുക്ക് രണ്ട് ലൈനുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ 24,303 അതുപോലെ തന്നെ 24,736 എന്ന് പറഞ്ഞ ലൈനും. അതിനിടയ്ക്ക് ഒരു ലൈൻ വരുന്നുണ്ട് 24,780. ഈ ലൈനുകളാണ് നമുക്കിന്ന് റെഫർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിലാണോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ലെവൽ നോക്കുക. മുകളിലോട്ടാണെങ്കിൽ 303 എന്ന് പറയുന്ന ഒരു ലെവൽ നോക്കുക. താഴേക്കാണെന്നെങ്കിൽ 180, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 136 എന്ന് പറഞ്ഞ ലെവൽ. ഈ രണ്ട് ലെവലുകൾ നമുക്ക് വാച്ച് ചെയ്തിട്ട് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ ഇനിയിപ്പോൾ മുകളിലോട്ടാണ് വ്യൂ വരേണ്ടതെന്നുണ്ടെങ്കിൽ 24,300 ഈ ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. 15-20 മിനിറ്റോളം ഇത് ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് മൂവ്മെന്റ് കിട്ടണമെന്ന് അറിയാൻ പറ്റും. അതല്ല ഈ ലൈനിൽ നിന്ന് വന്ന് ടച്ച് ചെയ്തിട്ട് തിരികെ വരാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പി സൈഡ് നോക്കാൻ പറ്റും. ഓക്കെ, അത് ഈ ലൈൻ ഈ അഗ്രസീവായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈൻ നോക്കുക, മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും. ഓക്കെ, സോ ഇതിന് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുകളിലോട്ടുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് താഴോട്ട് വരാനാണ് സാധ്യത കൂടുതൽ. ഗ്ലോബൽ ന്യൂസസ് നല്ലതല്ല. ഇപ്പം സൗദി ഇറാനുമായിട്ടൊക്കെ ഉള്ളൊരു വിഷയങ്ങളും കുറച്ചുകൂടെ ആകുന്നുണ്ട്. സൗദി ഇറാനും തമ്മിലുള്ളൊരു സ്ട്രൈറ്റ് ഉണ്ട്. അതിലും എണ്ണ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തും അതൊക്കെ അതിനകത്ത് ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ വാർ റിലേറ്റഡുള്ള ഇഷ്യൂ കാരണം മുകളിലോട്ടൊരു പോക്ക് സാധ്യത കുറവാണ്. ഈവൻ അത് ഇന്ത്യൻ മാർക്കറ്റാണ്. ഏതെങ്കിലും രീതിയിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. ബിക്കോസ് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് എത്ര നേരം നിൽക്കും എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ താഴേക്ക് വരുമ്പോൾ ഈ 180 എന്ന് പറയുന്ന ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസോൾട്ടേഷൻ സാധ്യത ഈ റേഞ്ചിന്, ഈ രണ്ട് റേഞ്ചുകൾക്കിടയിൽ സാധ്യത കൂടുതലാണ്. താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ 24,736 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ച് താഴോട്ട് എന്തായാലും വരും. 24,000 വരെയൊക്കെ എന്തായാലും തീർച്ചയായിട്ടും വരും ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു സോൺ, ഈ ഒരു രണ്ട് ലെവലിലാണ് താഴോട്ടുള്ളത്. ഈ ലൈന് താഴേക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 24,000 ഒക്കെ ടച്ച് ചെയ്യും. അപ്പോൾ 24,000 എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് സപ്പോർട്ട് സോൺ ആണ് 24,000 എന്ന് പറയുന്നത്. ഓക്കെ, 24,000 നിന്ന് എന്തായാലും 24,000 വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അവിടെ നോക്കുക, എന്താണ് പ്രൈസ് ആക്ഷൻ നോക്കുക. 24,000 എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം വളരെയധികം ഒരു പിരിവിൽ നടക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ ട്രേഡിന്റെ കൺഫർമേഷൻ നോക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിലൊന്നും ബ്രേക്ക്ഔട്ട് കിട്ടിയെന്ന് വെച്ചിട്ട് എൻട്രി എടുക്കില്ല ഒരാളും. ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിവേഴ്സൽ ഓക്കെ ആണോ നോക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. സോ ഗ്ലോബലി ഒരു പോസിറ്റീവ് ട്രെൻഡൊന്നും അല്ല. ഈ വാറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് US ഇൻഡെക്സിന് അത്യാവശ്യം നോട്ട് പോസിറ്റീവ്, ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ മാർക്കറ്റും ഇന്നലെ ആണെങ്കിലും മുകളിലോട്ട് ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, മാനിപ്പുലേഷൻ ആണോ എന്ന് നമുക്കറിയത്തില്ല. സോ ഈ 2-3 കാര്യങ്ങൾ മാത്രം നോക്കുക ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നവർ. ഒന്ന് ഈ 180 എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, അതുപോലെ തന്നെ താഴേക്കാണെങ്കിൽ 24,306. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ സാധ്യത ഉണ്ട്, നല്ലോണം കൺസോൾട്ടേഷൻ സാധ്യത ഉണ്ട് ഈ ഒരു റേഞ്ചിൽ. 200 ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏകദേശം 200 റേഞ്ചിലായിരിക്കും. അപ്പം ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ സാധ്യത നല്ല രീതിയിലുണ്ട്. ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് വരാൻ തീർച്ചയായിട്ടും മുകളിൽ നിന്ന് ഇവിടെ നിന്നൊരു പി അല്ലെങ്കിൽ താഴോട്ടൊരു ഒരു ട്രേഡ് ആയിരിക്കും കൂടുതൽ സാധ്യമാവുന്നത്. മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധാരണ നോർമൽ കണ്ടീഷൻസ് കുറവാണ്. പിന്നെ HDFC, റിലയൻസ്, ICICIയുടെ റിസൾട്ട് തന്നെ വന്നിട്ട് അതൊരു വലിയൊരു മൂവ്മെന്റ് ഒന്നും വന്നില്ല, താഴേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ HDFC, റിലയൻസിന്റെ ഒക്കെ നല്ല റിസൾട്ടാണ്. റിലയൻസ് ഒന്നും ഒരു മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ റിലയൻസ്, HDFC, ICICI ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇൻഫി ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ഇതിന് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതൊന്നും ഈ സ്റ്റോക്കുകളൊന്നും മൂവ് ചെയ്യാതെ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും അതിന് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ തോന്നില്ല.
ഈ സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് ആണ്, അതായത് ഹെവി വെയിറ്റ് ഇൻഡെക്സ് സ്റ്റോക്കായിട്ടുള്ള റിലയൻസ്, HDFC, ICICI ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് മുകളിലോട്ടൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ കറക്ഷൻ ലെവലിൽ നിൽക്കുന്നത് ഈ ഒരു ലെവലിൽ താഴേക്ക്, മേ ബി ഈ ഒരു ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് മേ ബി അത് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ആയിരിക്കും തിരികെ താഴോട്ട് വരുന്നത്. ഓക്കെ, കൺസോൾട്ടേഷൻ നോക്കുക, ഈ റേഞ്ചിൽ കൺസോൾട്ടേഷൻ ആണോ നോക്കുക. കൺസോൾട്ടേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ലൈനിലും പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഈ ലൈനിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഐ മീൻ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു ലൈൻ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ രണ്ട് ലൈനുകൾ വാച്ച് ചെയ്യുക. ഇവിടെ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നതനുസരിച്ച് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനാണ്. ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും, ഇവിടെ സപ്പോർട്ട് എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലൈനുകൾ ഇങ്ങനെ ഗ്രീൻ ഇട്ടിരിക്കുന്നതൊക്കെ വളരെ കുറേ ഏറെ ഘടകങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇട്ടേക്കുന്ന ലൈനാണ് ഈ പറഞ്ഞ ഗ്രീൻ. ഈ റെഡ് എന്ന് പറഞ്ഞാൽ സാധാ സപ്പോർട്ടാണ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട് അത് വരാനായിട്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ലൈനിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗ്രീൻ ലൈൻ വരെ സാധാരണ നോർമൽ മാർക്കറ്റിൽ പോകുന്നതാണ്, ഉറപ്പായിട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാൻ പറ്റും. നോക്കിയോ, ഈ ലൈൻ നിങ്ങളിവിടെ ബ്രേക്ക് ചെയ്തു. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ലൈൻ വരെ മസ്റ്റായിട്ട് പോകും. ഇവിടുന്ന് തിരിച്ച് പോയി കറങ്ങി വന്നിട്ടുണ്ടെങ്കിലും ഈ ലൈൻ വരെ തീർച്ചയായിട്ടും പോകും സെയിം ഡേയിൽ തന്നെ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ലൈൻ എൻ്റെ ഒരു കൺവെൻഷൻ വെച്ചിട്ട് ഈ ഒരു ലൈൻ ടച്ച് ചെയ്യും. ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും റിവേഴ്സൽ വരുന്നത്. അപ്പോൾ ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇട്ടിരിക്കുന്ന ലൈനിന് ഈ ലൈൻ കൺസിഡർ ചെയ്തിരിക്കുന്നതും പരിഗണിച്ചിരിക്കുന്നതിലും വരച്ചിരിക്കുന്നതൊക്കെ ഒരുപാട് ഘടകങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റെസ്പെക്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് നിങ്ങൾക്ക് മുന്നോട്ടുള്ള നോക്കി അറിയാൻ പറ്റും. താഴോട്ടാണെങ്കിലും താഴോട്ട്, മുന്നോട്ടാണെങ്കിലും നോക്കൂ, ഈ ലൈൻ ബ്രേക്ക് ചെയ്തു, താഴേക്ക് ഇവിടെ വരെ വന്നു. ഇവിടെ നിന്നാണെങ്കിലും മുകളിലോട്ട് പോകുമ്പോൾ ഇതിന് ഈ ഒരു റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട്, ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ചിൽ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് മുന്നോട്ട് പോയത്. സോ ഇനി ഡിക്ലായിട്ട് പോകാനായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ അതല്ല ഈ അപ്പോൾ ഓക്കെ നോക്കുക, ഈ രണ്ട് റേഞ്ചുകൾ നോക്കുക. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ റേഞ്ചുകൾ നോക്കുക, നോക്കിയിട്ട് എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ,